കടുത്ത ചൂടാണ് പുറത്ത്. ഈ വേനൽ കത്തുമ്പോൾ പ്രിയപ്പെട്ട നാട്ടുകാരൊക്കെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ച് അപ്രഖ്യാത ലോഡ് ഷെഡിങ്, പവർ കട്ട്, അങ്ങനെ പല പ്രശ്നങ്ങൾ, സൺബേൺ, സൂര്യാഘാതം, ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം വരുന്നു. അപ്പോൾ ആഷ്മി എന്തോ പറയാൻ ശ്രമിച്ച പോലെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ലോഡ് ഷെഡിങ് എന്ന ഒഫീഷ്യൽ പേരിട്ടില്ലെങ്കിലും കേരളത്തിൽ ഇപ്പൊ ഇന്ന് രാവിലെ മോർണിംഗ് ഷോ വരുമ്പോൾ നമ്മുടെ കമന്റ് ബോക്സിൽ നൂറുകണക്കിന് ആളുകൾ പറയുന്നുണ്ടായിരുന്നു അവിടെയൊക്കെ ഈ പറയുന്ന 8 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെയുള്ള സമയത്ത് ഓഫ് ഉണ്ട് എന്ന് പറഞ്ഞാൽ വൈദ്യുതി നിയന്ത്രണം തന്നെയാണ്. അത് പീക്ക് സമയത്തെ ഷെഡിങ് എന്നൊക്കെ പറഞ്ഞാലും അത് വൈദ്യുതി നിയന്ത്രണം തന്നെയാണ്. എന്താണ് പവർ കട്ടില്ലാത്ത 10 വർഷങ്ങൾ എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ഈ LDF സർക്കാരിന്റെ പ്രചരണത്തിലെ പ്രധാനപ്പെട്ട ഒരു ആയുധം. അപ്പൊ സ്വാഭാവികമായി പവർ കട്ട് വരുമ്പോൾ അത് രാഷ്ട്രീയ ഉണ്ടോ, അത് പോട്ടെ. പക്ഷേ പവർ കട്ടില്ലാത്ത വർഷങ്ങൾ സാധ്യമായത് യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആര്യാടൻ മുഹമ്മദ് ഒപ്പിട്ട് ഒരു കരാർ കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ കുറഞ്ഞ 4 രൂപ 29 പൈസക്ക് 25 വർഷത്തേക്ക് എന്താണ് ദീർഘകാലത്തുള്ള കരാറായിരുന്നു. ആ കരാറിന്റെ അല്ലാതെ ഏതെങ്കിലും ഉത്പാദനം കൂടിയതുകൊണ്ടല്ല പവർ കട്ടില്ലാത്ത വർഷങ്ങൾ സാധ്യമായത്. റെഗുലേറ്ററി കമ്മീഷന്റെ ഒരു കടുംപിടുത്തത്തിൽ ആ കരാർ റദ്ദാക്കി. ആ കരാർ റദ്ദാക്കിയതിനു ശേഷം 2 വർഷം നമ്മൾ 6 മുതൽ 12 രൂപ വരെ നൽകി വാങ്ങണം. ഇപ്പൊ 10 രൂപയ്ക്ക് വാങ്ങാണ്ട് കൊടുക്കുമ്പോഴേക്കും അത് മാത്രം ഉണ്ടാക്കുന്ന ഒരു വർഷം 700 ചില്ലുവാനും കൂടിയുടെ നഷ്ടം ഉണ്ടാവുകയാണ്. അത് ബാധിക്കാമോ നമ്മളെയാണ്. ഒറ്റ കാര്യം ഉറപ്പാണ്, ഇപ്പം നമ്മൾ കറണ്ട് ബില്ല് അടച്ചില്ലെങ്കിൽ ഒറ്റ ദിവസം വൈകിയാൽ ഒന്ന് ഫീസ് വരും. നമ്മൾ കറണ്ട് ബില്ല് അടയ്ക്കുന്നവരാണ്, നമ്മൾ സെസ് അടയ്ക്കുന്നവരാണ്, നമ്മൾ അധിക തുക അടയ്ക്കുന്നവരാണ്. നമ്മൾ പൈസ അടയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ പീക്ക് ലോഡ് ഉണ്ടോ എന്ന് അറിയേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് കറണ്ട് കിട്ടാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, നമ്മൾ അർഹരാണ്. അത് കിട്ടണം, അത് സർക്കാരിന്റെ ഉത്തരവാദിത്വം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.